ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മഞ്ഞ ലഡു വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ചേരുവകളും മതി കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കടലമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അതിന് പകരമാണ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്ററാക്കി എടുക്കണം. ഒരു ലൂസായ ബാറ്ററാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. നമ്മളൊരു ഓട്ടത്തവിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആ ഓട്ടത്തവിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് താഴേക്ക് വീഴണം. അതിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഒരു ഓട്ടത്തവിയിലേക്ക് നമ്മൾക്ക് മാവ് കുറേശ്ശെ കോരി ഒഴിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ താഴേക്ക് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ മാവ് ലൂസായിട്ടില്ലെങ്കിൽ അവിടെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ലൂസാക്കി എടുക്കുക. അതുപോലെ ബൂന്തിയും തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ബൂന്തി തയ്യാറാക്കിയെടുക്കുക. അതുപോലെ ഒരുപാട് ടൈം കുക്ക് ചെയ്തെടുക്കണ്ട. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലായിരിക്കരുത്. എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബൂന്തി മുഴുവനും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ബൂന്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇതുപോലെ 1 കപ്പിന് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് കോരാം കേട്ടോ. ഞാനിതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു 10 കാഷ്നട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാതെ ഇടാം കേട്ടോ. ഇനി അതിലേക്ക് അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കൂടുതൽ നെയ്യ് ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമ്മളെ ബൂന്തിയൊക്കെ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്യാതെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട കേട്ടോ. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 4 ഏലക്കായും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരണേ. എന്നിട്ടാണ് നമ്മളത് ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ കൂട്ട് ഏകദേശം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ആ ചൂടോട് കൂടി തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണേ. ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഓവറായിട്ട് വലുപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലഡു ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ലഡുവും ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ലഡുവിൻ്റെ റെസിപ്പി എത്ര പെട്ടെന്നാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ലഡുവിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കണ്ടില്ലേ, നമ്മുടെ മുഴുവൻ ലഡു ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം 16 ലഡുവാണ് 1 ഗ്ലാസ് പൊടിക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. താങ്ക്